ഏതേതോ രാജവാഴ്ചക്കാല കാഴ്ച പോലെ ഒരു സെക്കുലർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മന്ത്രോച്ചാരണ മധ്യത്തിൽ ചെങ്കോൽ സംസ്ഥാപനം, പിന്നെ അയോധ്യയിൽ ആത്മീയ നേതാക്കളുടെ എതിർപ്പ് തള്ളിയ രാംലല്ല പ്രതിഷ്ഠയിലെ പൊളിറ്റിക്കൽ ഇവന്റിന് പിന്നാലെ വന്നതാണ്. അതിരുകടന്ന അഹങ്കാരത്തോളം പോന്ന ആത്മവിശ്വാസം. ഇസ് ബാർ 400 പാർ. അത് കോൺഗ്രസ് മുക്ത രാജ്യം എന്നതിനപ്പുറം പ്രതിപക്ഷ മുക്ത ഭാരതം എന്ന ജനാധിപത്യ വിരുദ്ധ സ്വപ്നാടനത്തിന് ഗ്രൗണ്ടിൽ കണ്ട കാഴ്ചകൾ വഞ്ചനാപൂർവ്വം മറച്ചുവെച്ച് ലജ്ജയില്ലാതെ മോദിക്ക് ഓശാന പാടിയ പ്രവചന തമ്പ്രാക്കൾ പ്രശാന്ത് കിഷോർ, പ്രദീപ് ഗുപ്തമാരുടെ ചാനൽ മുറിയിലെ നാണം കെട്ട പൊട്ടിക്കരച്ചിൽ ഡെമോക്രസിയുടെ ആനന്ദ കണ്ണീരാണ്. വെറുപ്പിന്റെ ഭീമാകാരങ്ങൾക്കെതിരായ അയാളുടെ പോരാട്ടത്തെ പൊറോട്ട പോരാട്ടമെന്ന് കളിയാക്കിയവരോട്, പപ്പ് വന്ന് കൊത്തിക്കീറിയവരോടൊന്ന് കാലുഷ്യം പോലും കാണിക്കാതെ ഒരു ചുവന്ന പുറംചട്ടയുള്ള വിശുദ്ധ പുസ്തകം കയ്യിലേന്തിയ മനുഷ്യന്റെ ഇതുവരെ കാണാത്ത ഹൃദയാഴത്തിലെ ഒരു ജനാധിപത്യ ചിരിക്ക് രാഹുലെ എന്തൊരഴകാണ്. ആ പ്രചാരണകാലത്ത് ഇന്ത്യ സഖ്യമെന്ന് താറടിക്കുമ്പോഴും നാക്ക് വളച്ചെന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയാത്ത ഈഗോയിസ്റ്റിക് പുച്ഛപ്പരകോടിയിൽ മോദിക്ക് സാക്ഷാൽ വാരണാസി കൊടുത്ത ഭൂരിപക്ഷം കേവലം 1.5 ലക്ഷമെങ്കിൽ റായ്ബറേലിയുടെ ഷഹസാദയ്ക്ക് ഉത്തരേന്ത്യ കൊടുത്ത സ്നേഹപക്ഷം 4 ലക്ഷത്തോളമാണ്. ആഞ്ഞഴിച്ചുവിട്ട വേട്ടപ്പട്ടി കണക്കെ ഏജൻസികളെ ഇറക്കി കൂട്ടത്തോടെ നേതാക്കളെ കൂച്ചുവിലം കിട്ടും. ക്രൂഷ്യൽ സമയത്ത് അക്കൗണ്ടുകൾ പൂട്ടി പിടിച്ചുപറി നടത്തിയിട്ടും അധികാരത്തിന്റെ അധർമ്മപ്പണികൾ അത്രയും നടത്തിയിട്ടും നട്ടല് പൊട്ടാത്ത കരുത്തായെങ്കിൽ ഇന്ത്യ സംഖ്യം 10 മാറ്റു ജേതാക്കളാണ് ജനാധിപത്യ പ്രതീക്ഷ. ആ രാജ്യം ഇതുവരെ കേൾക്കാത്ത പച്ചവർഗീയതയുടെ വിദ്വേഷ നറേറ്റീവുകൾ ചീറ്റിത്തീർന്നെങ്കിൽ കന്യാകുമാരിയിലേക്ക് PR കൂട്ടമില്ലാതെ, ക്യാമറ സംഘമില്ലാതെ ഒന്നുകൂടി പോകണം മോദി. ധ്യാനപ്പാറയിൽ കാതോർത്താൽ കേൾക്കാം വിവേകാനന്ദന്റെ അശരീരി നരേന്ദ്ര ഗാന്ധിയെ പഠിക്ക്. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ നായാട്ടിന്റെ അങ്ങേയറ്റത്ത് വേട്ടയാടിയിട്ടും വീഴാത്ത വാക്കിന്റെ മൂർച്ച മഹുവ മൊയ്ത്രയും ജയ് ഭീം എന്നൊരു മുദ്രാവാക്യത്തിൽ മീശ പിരിച്ചൊരു ചന്ദ്രശേഖർ ആസാദും, അമേഠിക്കാർ വീട്ടിലിരുത്തിയ സ്മൃതി ഇറാനി, 5,56,000 ഭൂരിപക്ഷം 1.5 കുറച്ച അജയ് റായ്, അഖിലേഷ് യാദവ്, അയോധ്യ. എന്റെ മഹാരാജ്യമേ, നിന്റെ ജനാധിപത്യത്തിന്റെ അപാരമായ മഹാവിസ്മയം മാഞ്ഞുപോയെന്ന് പേടിച്ച ശബ്ദമണിക്കൂറുകൾക്ക് സമസ്താപരാധം മാപ്പ്. ആ രാജ്യം പറയലാണ് അധികാരത്തിന്റെ ആർത്തിക്കണ്ണ് മൂത്ത് അവിശുദ്ധ കൈകൊണ്ട് ഒരുത്തനും ഭരണഘടനയിൽ തൊട്ടുപോകരുത്. ഇരുണ്ട കാലത്ത് കുരിശേറിയ മനുഷ്യപുത്രൻ ഉയർക്കാതിരുന്നിട്ടില്ല അന്നേ പറഞ്ഞതല്ലേ ഹൃദയ രാജ്യമേ, കാത്തിരിപ്പൂ വരുന്നുണ്ട് ജനാധിപത്യത്തിന്റെ പെരുങ്കളിയാട്ടക്കാലം.